ഇന്ത്യയിലെ മുംബൈ ആസ്ഥാനമായ പ്രമുഖ സ്റ്റേഷനറി കമ്പനികളിലൊന്നാണ് കൊക്കിയോ കാംലിൻ ലിമിറ്റഡ്. 1931 കാംലിൻ എന്ന കമ്പനി സ്ഥാപിതമായത്. വിദ്യാർത്ഥികൾ, കലാകാരന്മാർ, ഡിസൈനർമാർ, ഓഫീസേഴ്സ് എന്നിങ്ങനെ പലരും ആസ്വദിച്ച ഒന്നാണ് അവർ നിർമ്മിച്ചത്. കാംലിൻ ജോമെട്രിക് ബോക്സ് ഇതൊരു നിധി തന്നെയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ജോമെട്രി ബോക്സ് യൂസ് ചെയ്യാത്തവർ വളരെ ചുരുക്കമാണ്. കുട്ടിക്കാലത്തെ നമ്മുടെ നിധി തന്നെയാണ് കാംലിൻ ജോമെട്രി ബോക്സ്. അല്ലെങ്കിൽ ജോമെട്രി ബോക്സ് ഇല്ലാത്ത ഒരു കുട്ടിക്കാലം ഉണ്ടാവില്ലെന്ന് വേണം പറയാൻ. ഒട്ടേറെ ഇന്ത്യക്കാരുടെ കുട്ടിക്കാല ഓർമ്മകളിൽ നിറങ്ങൾ ചാർത്തിയ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച കാംലിൻ സ്ഥാപകനായ സുഭാഷ് ദണ്ഡേക്കർ. കാംലിൻ പെൻസിലും ക്രയോൺസും കൊണ്ട് വർണ്ണചിത്രങ്ങൾ വരയ്ക്കാത്ത കുട്ടികൾ വളരെ കുറവായിരിക്കും. ചിത്രങ്ങളിൽ നിന്ന് എഴുത്തിലേക്ക് കടക്കുമ്പോഴും കുട്ടികൾക്കൊപ്പം പെൻസിലിൻ്റെയും പേനയുടെയും നോട്ട്ബുക്കിൻ്റെയും എല്ലാം പേരായി കാംലിനുമുണ്ടായിരുന്നു. 1931 DP ദണ്ഡേക്കറും ദണ്ഡേക്കർ ആൻഡ് കമ്പനി ആരംഭിച്ചുവെങ്കിലും കാംലിൻ എന്ന ബ്രാൻഡിനും വൈവിധ്യവൽക്കരണത്തിനും ചുക്കാൻ പിടിച്ചത് സുഭാഷ് ദണ്ഡേക്കർ ആയിരുന്നു. മഷി നിർമ്മിക്കുന്ന കമ്പനി അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റേഷനറി ഉൽപ്പന്ന ബ്രാൻഡായി വളർന്നു. ജോമെട്രി ബോക്സുകൾ, ഫയലുകൾ, ഓഫീസ് ഉപകരണങ്ങൾ തുടങ്ങി സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും കാംലിൻ വ്യാപിച്ചു. 2011 ജപ്പാനിലെ കൊക്കിയോ കമ്പനി കാംലിനെ ഏറ്റെടുത്തു. ഏറ്റെടുക്കലിന് ശേഷം സുഭാഷ് ദണ്ഡേക്കർ ചെയർമാനായി മാറുകയും ചെയ്തു. ഇന്ത്യയിലെ മുംബൈ ആസ്ഥാനമായ പ്രമുഖ സ്റ്റേഷനറി കമ്പനികളിൽ ഒന്നു തന്നെയാണ് കൊക്കിയോ കാംലിൻ ലിമിറ്റഡ്. കാമൽ എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊനൗൺസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഒഫീഷ്യൽ ബ്രാൻഡ് നെയിമായിട്ട് കാമൽ എന്നുള്ള വേർഡും ഇങ്കും ചേർന്നുകൊണ്ട് കാംലിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം അവർ സ്വീകരിച്ചിട്ടുള്ളത്. കാംലിൻ സ്കോളർ ജോമെട്രി ബോക്സിൽ ഒരു മെറ്റൽ ഡിവൈഡർ, ഒരു കോമ്പസ്, പ്ലാസ്റ്റിക് സ്കെയില്, പ്രൊട്രാക്ടർ, ഷാർപ്നർ, 2 പ്ലാസ്റ്റിക് സെറ്റ് സ്ക്വയറുകൾ, അതുപോലെ തന്നെ ഒരു ഇറൈസറും പെൻസിലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ജോമെട്രി ബോക്സിലെ എല്ലാ ഉപകരണങ്ങളും നാം ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അതിലെ ഓരോന്നും നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു. 2024 ജൂലൈ 15 സുഭാഷ് ദണ്ഡേക്കർ സർ അന്തരിച്ചത്. ഒരുപാട് ബാല്യകാല ഓർമ്മകൾ സമ്മാനിച്ച ശ്രീ സുഭാഷ് ദണ്ഡേക്കർ സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിക്കുന്നതിനായി എല്ലാവർക്കും പ്രാർത്ഥിക്കാം.